ഉൽപ്പത്തി 15:14. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവര് വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോകും. ഇപ്പോൾ നിന്റെ കഷ്ടത കൂടി. അതിന്റെ അർത്ഥമെന്തുവാ? ആ സന്തതിയെ ആരൊക്കെ നശിപ്പിക്കുവാൻ നോക്കിയോ അവർ വർഷങ്ങളായിട്ട് അവരുടെ അടിമയായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുവാനുള്ള ആ ഒരു അവസരം വന്നപ്പോൾ ചില നാളുകൾക്ക് ശേഷം ആരുടെ കുഞ്ഞുങ്ങളെയാ കൊന്നത്? പറഞ്ഞാട്ട് ശത്രു. എവറി മെയിൽ ഫസ്റ്റ് ബോൺ ഡൈ. ഇപ്പോൾ കഷ്ടങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കും. നിന്റെ ശത്രുവിനെ ന്യായം വിധിക്കുന്ന ദിവസം വന്നിരിക്കുന്നു. An attack is telling it's time to judge the enemy. It's the time to take authority over the enemy. കൂടുതൽ പ്രയാസങ്ങൾ വരുന്നു. എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. ആ സമയം, ആ 400 വർഷം അവരുടെ അടിമയായി തീർന്നു. ആരിവരെ അടിമയാക്കും? അവരെ ഞാൻ ന്യായം വിധിക്കും. ആദ്യവും രണ്ടാമത്തെയും എന്തുവാ വേർതിരിച്ചത്? അതിന്റെയും ഇതിന്റെയും മധ്യത്തിൽ നമുക്ക് എന്തോ കാണാൻ പറ്റും? കഷ്ടം. You see the problems dividing the promise and the position. അതിൻ്റെ അകത്ത് വാഗ്ദത്വമുണ്ട്. ആ വാഗ്ദത്വം നമ്മൾ പ്രാപിക്കാൻ വേണ്ടി അതിന്റെ മധ്യത്തിൽ എന്തുകൊണ്ട്? കഷ്ടത. എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കൂടുന്നു, അതിന്റെ അർത്ഥം എന്തുവാ? ശത്രുവിനെ ന്യായം വിധിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ആരൊക്കെ ഇന്ന് തൊട്ട് എനിക്ക് കഷ്ടമുണ്ട്, എനിക്ക് ക്ലേശമുണ്ട്, ഒത്തിരി ഉയരത്തിൽ പോയിരിക്കുന്നെന്ന് വിചാരിച്ച് ഇതിനേക്കാൾ വലിയ കഷ്ടമില്ലെന്ന് വിചാരിക്കാറുണ്ട്. ഇനി വചനം കേൾക്കുന്നവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ശത്രുവിനെ ന്യായം വിധിക്കുവാനുള്ള ദിവസം അടുത്തിരിക്കുന്നു.